ഹെഡിംഗ്ലിയിൽ ഒരു മനോഹരമായ ടെസ്റ്റ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇംഗ്ലണ്ട് ആൻഡ് പാകിസ്ഥാൻ. നോക്കൂ, വെസ്റ്റ് ഇൻഡീസിൽ ഒരു ടെസ്റ്റ് പരമ്പര സമനിലയിലാക്കിയിട്ട് നേരെ പാകിസ്ഥാൻ പോയത് ഇംഗ്ലണ്ടിലേക്കാണ്. ഇംഗ്ലണ്ടിൽ കളിക്കുന്നവിടെ ഹെഡിംഗ്ലിയിൽ ലീഡ്സിൽ ആദ്യം ടോസ് നേടിയ ഇംഗ്ലണ്ട് പാകിസ്ഥാനെ ബാറ്റിംഗ് അയച്ചു. നോക്ക്, ബാബർ അസം ക്യാപ്റ്റനായിരുന്നു. പക്ഷേ ഇയാൾ നൈസായിട്ട് സ്കൂട്ടായി അവിടെ കളിക്കാൻ, ഈ മാച്ചിൽ കളിക്കില്ല പറഞ്ഞു. എന്നിട്ട് ആ സൽമാൻ അലി അഗായെ ക്യാപ്റ്റനാക്കി. ഫസ്റ്റ് ബോളിൽ തന്നെ ഒലി ഡേവിസൺ വിക്കറ്റ് എടുത്തു. 171 റൺസിന് പാകിസ്ഥാനെ ചുരുട്ടി കെട്ടി ഒന്നാം ദിനം ഇംഗ്ലണ്ട്. അതായത് ഒലി ഡേവിസൺ 5 വിക്കറ്റ്, ജോസ് ടങ്ക് 5 വിക്കറ്റ്. ഇതിൽ ആകെ കളിച്ചത് അസർ ഷഫീഖ് 61 റൺസ് അടിച്ചു, ഇനാമുൽ ഹക്ക് 42 റൺസ് അടിച്ചു, പിന്നെ 21 റൺസ് അടിച്ച സൽമാൻ അലി ആഗ. നോക്കൂ, ബാക്കി 7 പേര് കൂടി എടുത്തത് ആകെ 47 റൺസാണ്. 171 ഓൾ ഔട്ടായി. തുടർന്ന് ബാറ്റിംഗ് ഇറങ്ങിയ ഇംഗ്ലണ്ട് 2 വിക്കറ്റിന് 112 എന്ന സ്കോറിലാണ് നിൽക്കുന്നത്. ഈ മാച്ച് ഇംഗ്ലണ്ട് തോൽക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ മഴ പെയ്യണം, അല്ലെങ്കിൽ അതല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല. പാകിസ്ഥാന്റെ കാര്യം ഈ മാച്ചിൽ ഏകദേശം ക്ലിയർ ആണ്. ഇംഗ്ലണ്ട് ഈസ് ഗോയിങ് ടു വിൻ ദിസ് മാച്ച് എന്നാണ് തോന്നുന്നത്. നോക്കാം നമുക്ക് രണ്ടാം ദിനം എന്ത് സംഭവിക്കുന്നു.